അഭിനേത്രിയും നർത്തകിയുമായ നയന ജോസൻ വിവാഹിതയാവുകയാണ്. പ്രണയകാലം മുതൽ ഇതുവരെയുള്ള വിശേഷങ്ങൾ നയന ബ്ലോഗിലൂടെ പങ്കിടുന്നുണ്ട്. കല്യാണത്തിന് മുന്നോടിയായി നടത്തിയ ബ്രൈഡൽ ഷവർ, മെഹന്തി വിശേഷങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമായി നയന പങ്കുവച്ചിരുന്നു. കാത്തിരിക്കുകയായിരുന്നു ഈ വീഡിയോയ്ക്കെന്നായിരുന്നു കമന്റുകൾ. ഇനിയുള്ള വിശേഷങ്ങളും ഇതുപോലെ ബ്ലോഗിലൂടെ പങ്കിടണമെന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. ബാച്ചിലർ ലൈഫ് തീരാൻ പോവുകയാണ്. മിസ് ടു മിസ്സിസ് ആവാൻ പോവുകയാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് വേറൊരു ഫീലാണ്. ഇത്രയും കാലം സിംഗിളായിരുന്നു. ഡെയിലി നമ്മൾ വീട്ടിലായിരുന്നു. എപ്പോഴും വീട്ടുകാരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വിട്ടു പോവുകയാണ്. എനിക്ക് ഏറ്റവും സങ്കടം എൻ്റെ ബാത്റൂം വിട്ടിട്ട് പോകുന്നതാണെന്നും നയന പറയുന്നു. റുട്ടീനും മൊത്തത്തിൽ മാറാൻ പോവുകയാണ്. ബ്രൈഡൽ ഷവർ നന്ദന ജോസനാണ് സ്പോൺസർ ചെയ്തത്. എന്തൊക്കെയാണ് പ്രോഗ്രാം എന്ന് എന്നോട് പറഞ്ഞിട്ടേയില്ല. ബ്ലൂ കളറാണ് ഡ്രസ്സെന്ന് പറഞ്ഞിരുന്നു. അതിട്ട് ഞാൻ റെഡിയായി. അമ്മ കണ്ണൊക്കെ കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. ഇതുവരെ എവിടെ എത്തിയെന്നൊന്നും അറിയാനാവുന്നില്ല. അപ്പനും അമ്മയും കണ്ണ് കെട്ടിയായിരുന്നു നയനയെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. നന്ദനയായിരുന്നു കണ്ണഴിച്ചത്. പാട്ടും പൂക്കളും സമ്മാനങ്ങളും ഒക്കെയായാണ് എല്ലാവരും എന്നെ വരവേറ്റത്. ശരിക്കും ഒരു ഡ്രീമി സീനായിരുന്നു കണ്ണു തുറന്നപ്പോൾ. ഇത്രയും കിടിലനായൊരു എൻട്രി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പൊളി. എല്ലാം ആസ്വദിക്കുന്നതിനിടയിലും നയന ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പുറകിൽ ഓടി നടന്നത് നന്ദുവാണ്. ചേച്ചി അധികമായൊന്നും പ്രതീക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. സിമ്പിളായിട്ട് മതിയെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. യുണീക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫോട്ടോസും ഡെക്കറേഷനും എല്ലാം കിടിലനായിരുന്നു. ബിഗ് ഡേക്കായി വെയിറ്റ് ചെയ്യുകയായിരുന്നു എല്ലാവരും. ഗോകുലിനെക്കുറിച്ചും ഇഷ്ടത്തിലായതിനെക്കുറിച്ചും എല്ലാം നയന മുമ്പ് പറഞ്ഞിരുന്നു. ഡാൻസാണ് ഞങ്ങളെ അടുപ്പിച്ചത്. പഠിപ്പിക്കാനായി ചെന്നതായിരുന്നു രണ്ടുപേരും. ഡെയിലി സംസാരിച്ച് സുഹൃത്തുക്കളായി മാറുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. 4-5 വർഷം സുഹൃത്തുക്കളായി തുടരുകയായിരുന്നു. അതിനുശേഷമായിരുന്നു പ്രണയം പറയുന്നത്. ഇതാണ് എൻ്റെ ചെക്കനെന്ന് മനസ്സിലായതോടെയാണ് പ്രണയം പറഞ്ഞത്. ഇന്റർകാസ്റ്റ് ആണെങ്കിലും പ്രശ്നമില്ല, എന്താണെങ്കിലും പറയണമെന്നായിരുന്നു അമ്മ പറഞ്ഞത്. ഞാൻ ഫോൺ വിളിക്കുന്നതൊക്കെ കണ്ട് അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഗേൾസിൻ്റെ വീട്ടിൽ പ്രശ്നമായിരിക്കുമെന്നായിരുന്നു വിചാരിച്ചത്. എന്നാൽ അവിടെ എല്ലാവരും ഓക്കെ പറഞ്ഞിരുന്നു. വീട്ടിലെല്ലാവർക്കും ഗോകുലിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഓക്കെ ആയി എന്നായിരുന്നു നയന പറഞ്ഞത്. എൻ്റെ വീട്ടുകാർ എങ്ങനെ എടുക്കും എന്ന ആശങ്കയുണ്ടായിരുന്നു ഗോകുലിന്. 2 വർഷം എനിക്ക് സമയം തരണമെന്ന് ഗോകുൽ നയനയോട് പറയുന്നിരുന്നു. കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളായിരുന്നു. പെട്ടെന്ന് സമ്മതം കിട്ടിയില്ല. ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റിന് നയനയെയും ക്ഷണിച്ചിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫാമിലിയിലേക്ക് ആദ്യം പരിചയപ്പെടുത്തിയതെന്ന് ഗോകുലും പറയുന്നു. ക്ഷമയോടെ കാത്തിരുന്നാണ് എല്ലാവരെ കൊണ്ടും ഇവളെ അംഗീകരിപ്പിച്ചത് എന്നാണ് ഗോകുൽ പറയുന്നത്. ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് നയന ജോസനെ ആളുകൾ പരിചയപ്പെട്ടത്. അതിനുള്ളിൽ ചില സിനിമകളിലും അഭിനയിച്ചിരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വിജയകരമായി മുന്നേറുന്ന പവിത്രം എന്ന സീരിയലിലെ സെക്കൻഡ് ഹീറോയിനായിട്ടാണ് നയന സ്ഥിരം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. വിക്രമിനെ കെട്ടാൻ പിന്നാലെ നടക്കുന്ന